കർത്താവായ ഈശോ മിശിഹ അവനൊരു യാത്രയിലാണ്. ഹി വാസ് ഓൺ ഹിസ് വേ ടു ജെറുസലേം. അവൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്ര വെറുതെയുള്ള യാത്രയല്ല, അത് ജെറുസലേമിൽ പൂർണ്ണ വിരാമം ഇടേണ്ട യാത്രയാണ്. കർത്താവിന് നല്ല ബോധ്യമുണ്ട്. അവൻ സഞ്ചരിക്കുന്ന വഴികൾ എല്ലാം ജെറുസലേമിലേക്കുള്ള വഴികളാണ്. ജെറുസലേമിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ കുരിശിലേക്കുള്ള വഴിയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുരിശിനെ നോക്കി സഞ്ചരിക്കുന്ന കർത്താവായ ഈശോ മിശിഹ. ആ കർത്താവായ ഈശോ മിശിഹായാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന രംഗം. ഗെത്സമേൻ തോട്ടത്തിലിരുന്ന് ഈ യാത്രയുടെ ഇടയ്ക്ക് അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇത് തീവ്രമായുള്ളൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് തൻ്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള ഊർജം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളും യാത്രയിലാണ്. എവിടേക്കാണ് യാത്ര? സ്വർഗത്തിലേക്കാണ് യാത്ര. ഈശോ ചെയ്തതുപോലെ ചെയ്യണം. നമ്മൾ നല്ല ക്രിസ്ത്യാനിയാവണമെങ്കിൽ ലക്ഷ്യബോധം ഉണ്ടാകണം. ഈ യാത്ര എവിടെ അവസാനിക്കും, എവിടെയാണ് ഇതിൻ്റെ ഫുൾ സ്റ്റോപ്പ് എന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ആ ബോധം ഉണ്ടാകുമ്പോൾ ഈശോ ചെയ്ത പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. എന്തിനാണത്? ജീവിതത്തിൽ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുരിശിലൂടെയും അതിനെ അതിജീവിക്കുവാനുള്ള കൃപാവൻ നൽകണമേ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഗെത്സമേൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവായ ഈശോ മിശിഹ. നമ്മുടെ ജീവിതത്തിൽ അത്രയൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലെങ്കിലും ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്ന് അറിയാൻ അല്പസമയം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നത് നല്ലതാണ്. നമുക്ക് നമിക്കാം ആ കുരിശിനെ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശെ നമിച്ചിലും.